തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ശേഷം തിരുവമ്പാടിയിലുണ്ടായ രാഷ്ട്രീയ അനിശ്ചിതത്വം നീങ്ങുന്നു. UDF വിമതൻ ജിതിൻ പല്ലാട്ടിന്റെ പിന്തുണ UDFന് 3 വർഷം പ്രസിഡന്റ് പദവി നൽകുമെന്നാണ് വിവരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയും ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തത് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഫലമായിരുന്നു. ആകെയുള്ള 19 വാർഡുകളിൽ LDFും UDFും 9 സീറ്റുകൾ വീതം നേടിയപ്പോൾ പുന്നക്കലിൽ നിന്ന് UDF വിമതനായി മത്സരിച്ച ജിതിൻ പല്ലാട്ടും വിജയിച്ചു. ഇതോടെ ഭരണം ആർക്കെന്ന് ജിതിൻ തീരുമാനിക്കണമെന്ന സ്ഥിതിയായി. 2 മുന്നണികളും ജിതിനുമായി ചർച്ച നടത്തുകയും ചെയ്തു. LDF 5 വർഷം പ്രസിഡന്റ് പദവിയടക്കം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നുവെന്നാണ് വിവരം. എന്നാൽ UDF ഉന്നത നേതൃത്വം ഇടപെട്ട് നടത്തിയ ചർച്ചയിൽ ജിതിൻ UDFനൊപ്പം നിൽക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. 3 വർഷം പ്രസിഡന്റ് പദവി ജിതിന് ലഭിക്കും. തുടർന്ന് 2 വർഷം ബോസ് ജാക്കബ് പ്രസിഡന്റാവുമെന്നാണ് സൂചന. ഔദ്യോഗിക തീരുമാനം വെള്ളിയാഴ്ച ഉണ്ടാവും. സംസ്ഥാനമാകെ UDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും തിരുവമ്പാടിയിൽ ആ മേൽക്കോയ്മ നിലനിർത്താൻ UDFന് സാധിച്ചിരുന്നില്ല. ലീഗ് വിമതർ ഇടതുമുന്നണിക്കൊപ്പം ചേർന്ന് മത്സരിച്ചതാണ് വിനയായത്. എന്നാൽ ഇതിൻ്റെ ഗുണഫലം കാര്യമായി LDFന് ലഭിച്ചില്ല എന്നതും വസ്തുതയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.